നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയെ രണ്ടാമനാക്കിയവൻ അത് കിലിയൻ എംബാപ്പയാണ്. നമുക്ക് എംബാപ്പയുടെ ഈ 2025-26 സീസൺ ലാലിഗയിൽ ഗോൾഡൻ ബൂട്ട്, വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട്, ചാമ്പ്യൻസ് ലീഗിൽ ഗോൾഡൻ ബൂട്ട്, ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 2 തവണ ഗോൾഡൻ ബൂട്ട് നേടിയ ആദ്യ താരം കഴിഞ്ഞോ? ഇല്ല. ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം. വാവ്. എംബാപ്പയ്ക്ക് 22 ഗോളുകളാണ്. 22 മത്സരങ്ങൾ കളിച്ചിട്ടാണ് എംബാപ്പെ 1-ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മെസ്സിക്ക് 21 ഗോളുകളേ ഉള്ളൂ. ഈ വേൾഡ് കപ്പ് തന്നെ മെസ്സിയെ മറികടന്ന് കഴിഞ്ഞു എംബാപ്പെ എന്നർത്ഥം. ക്ലോസെ 16 ഗോളുകളുമായിട്ട് 3-ാമത്, ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡോ ഫെനോമിനോ 15 ഗോളുകളുമായിട്ട് 4-ാമത്, ജർമ്മൻ താരം ഗേഡ് മുള്ളറും ഇംഗ്ലീഷ് താരം ഹാരി കെയ്നും 14 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിൽ. ഇപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ കണക്കെടുത്താൽ എല്ലാത്തിലും 1-ാമതുള്ള മെസ്സിയെ 2-ാമതേക്ക് ഗോളടിയുടെ കാര്യത്തിൽ മാത്രം പിന്തള്ളിയിരിക്കുകയാണ് എംബാപ്പെ. മെസ്സിയെ 2-ാമനാക്കിയവൻ എംബാപ്പെ. ഫുട്ബോൾ ചരിത്രത്തിൽ നമ്മൾ 1966 മുതലാണ് ഫിഫ കൃത്യമായിട്ട് കണക്കുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ ഫുട്ബോൾ ചരിത്രത്തിൽ വേൾഡ് കപ്പിൽ കൊടുത്ത താരം ലിയോ മെസ്സി 12, ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് 33 ലയണൽ മെസ്സി, ഏറ്റവും അധികം ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് വേൾഡ് കപ്പിൽ മെസ്സി 24, ഏറ്റവും അധികം കീ പാസുകൾ വേൾഡ് കപ്പിൽ മെസ്സി 101, ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ വേൾഡ് കപ്പിൽ 140 മെസ്സി 1-ാമത്, ഏറ്റവും അധികം ഷോട്ട്സ് ഓൺ ടാർഗറ്റ് 64 ലയണൽ മെസ്സി 1-ാമത്, ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചത് ലയണൽ മെസ്സി 34 1-ാമത്, ഏറ്റവും അധികം മിനിറ്റ്സ് വേൾഡ് കപ്പിൽ കളിച്ചത് ലയണൽ മെസ്സി 3054 1-ാമത്. ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും അധികം ഗോൾ അടിച്ച കാര്യത്തിൽ മെസ്സി 2-ാമതായി പോയി, 21 ഗോളുകൾ. അങ്ങനെ മെസ്സിയെ ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾ 2-ാമനാക്കിയിട്ടുണ്ടെങ്കിൽ അത് എംബാപ്പയാണ്. എംബാപ്പെ മനം കവരുക മാത്രമല്ല, ഗോൾ വല കുലുക്കുകയുമാണ്, ചരിത്രത്തിലിടം പിടിക്കുകയുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.